ഭക്ഷണത്തെ കുറിച്ചുമൊക്കെ മൃഗരാജനോട് പറഞ്ഞത്. അപ്പോൾ തുടങ്ങിയ മോഹമാണ്. പെട്ടെന്ന് തന്നെ മന്ത്രിയോട് യോഗം ചേരാൻ പറഞ്ഞു. യോഗത്തിൽ മൃഗരാജൻ പറഞ്ഞു, അല്ലയോ പ്രജകളെ, ഞാൻ നാളെ നാട് കാണാൻ പോകുകയാണ്. നീ എന്റെ അനിയൻ ശിരുവാണ് ഈ നാടിന്റെ രാജൻ. നീ എന്റെ ബാക്കിയുള്ള ജീവിതം നാട്ടിൽ. ഇത് കേട്ട മൃഗങ്ങൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഇതെന്തൊരു കഥ! നമ്മുടെ നാടും വീടുമെല്ലാം ഈ കാടല്ലേ? ഈ മൃഗരാജൻ എന്തു പറ്റി? എല്ലാവരും അത്ഭുതപ്പെട്ടു. പിറ്റേ ദിവസം വൈകുന്നേരം മൃഗരാജൻ നാട് കാണാൻ ഇറങ്ങി. നാട്ടിലെത്തിയ മൃഗരാജൻ വലിയ കെട്ടിടങ്ങളും അവിടെ നിന്ന് വരുന്ന പ്രകാശവും എല്ലാം കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹിയട ഹിയ ഹിയട ഹിയ. അപ്പോഴാണ് റോഡിന്റെ മറുവശത്ത് ഒരു കാഴ്ച കണ്ടത്. അത് കാണാൻ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ ചീറിപ്പാഞ്ഞിരുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ എങ്ങനെ മറുവശത്തെത്തും? അപ്പോഴാണ് രണ്ട് വണ്ടികൾ കൂട്ടിടിച്ചു. ശബ്ദം കേട്ട മൃഗരാജൻ ഓടടാ ഓട്ടം. ഓടി ഓടി മൃഗരാജൻ മൊട്ടക്കുന്നിന്റെ മുകളിലെത്തി. മൊട്ടക്കുന്നിന്റെ വെയിലിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ പാറയുടെ പിറകെ വിശ്രമിക്കാൻ തുടങ്ങി. വലിയൊരു ശബ്ദം കേട്ട് മൃഗരാജൻ തിരിഞ്ഞു നോക്കി. അയ്യോ, ഇതെന്തൊരു കുന്ത്രാണ്ടൻ! ഇതുവരെ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടില്ലല്ലോ. വലിയ നഖങ്ങൾ കൊണ്ട് കുഞ്ഞിനെ ഇടിച്ചു നിരത്തുന്നു. അയ്യോ, ഈ കുന്ത്രാണ്ടൻ എന്നെയും ഇടിച്ചു നിരത്തുമല്ലോ എന്നും പറഞ്ഞ് മൃഗരാജൻ ജീവനും കൊണ്ടോടി. ഓടി ഓടി ക്ഷീണിച്ച മൃഗരാജന് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ അപ്പോഴാണ് നല്ല മാംസത്തിന്റെ മണം പിടിച്ച് മൃഗരാജൻ ഒരു ഭക്ഷണശാലയുടെ അടുത്തെത്തി. മൃഗരാജനെ കണ്ടേ തന്നെ എല്ലാവരും പേടിച്ചോടി. ഈ സമയത്ത് മൃഗരാജൻ അവിടുത്തെ ഭക്ഷണമെല്ലാം വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങി. കുപ്പിയിൽ കണ്ടുള്ള വെള്ളം കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാത്ത രാജൻ തുടങ്ങി. അയ്യോ, ഓടി വരണേ, എന്നെ രക്ഷിക്കണേ! മൃഗരാജന്റെ നിലവിളി കേട്ട നാട്ടുകാർ എല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധനയിടയിൽ നേഴ്സ് പറഞ്ഞു, എല്ലാവരും മാസ്ക് ധരിച്ചോളൂ. പകർച്ചവ്യാധി ഉള്ളതാ. മാസ്കോ? പകർച്ചവ്യാധിയോ? മാസ്ക് കണ്ട മൃഗരാജൻ പേടിച്ചു പോയി. മാസ്കോ? ഇതൊന്നും ഇട്ടു നടക്കാൻ എനിക്ക് കഴിയില്ല. നാടിനേക്കാൾ നല്ലത് കാടു തന്നെ എന്നും പറഞ്ഞേ മൃഗരാജൻ ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടി. കൂട്ടുകാരെ, അക്കരെ കാണുന്നതെല്ലാം